ഇങ്ങനെ വഞ്ചിക്കണമെങ്കിൽ മനസ്സ് തീരെ ഈമാനില്ലാതിരിക്കണ്ടേ? അത് മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണുള്ളത്. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഒരു നിലക്കും ഈ സലഫി മൗലവിമാരെയും ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാരെയും വിശ്വസിച്ച് നിങ്ങൾ നരകത്തിലേക്ക് പോകരുത് കേട്ടോ. അല്ലാഹു നമുക്ക് സ്വർഗത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. അവർക്ക് അല്ലാഹുവിനെ ഒരു പേടിയില്ല. 4 മദ്ഹബിലും ജായിസ് ഔല എന്നാണ് കിതാബിലുള്ളത്. അതാണ് ലാ ഒഴിവാക്കിയിട്ട് യജൂസു ജായിസാകും എന്നാക്കി മാറ്റിയിട്ട് പുസ്തകത്തിൽ എഴുതി പഠിപ്പിച്ചത്. അവരങ്ങനെയാണ് ജനങ്ങളെ വഞ്ചിക്കാറുള്ളത്, എപ്പോഴും വഞ്ചിക്കാറുള്ളത് അങ്ങനെ തന്നെയാണ്. സുഹൃത്തുക്കളെ, ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നമ്മൾ സന്മാർഗം നമ്മൾ മുറുകെ പിടിക്കണം, അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. എന്നാൽ ഹിജ്റ 9-ാമത്തെ വർഷം തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ സഹാബികളിൽ കുറഞ്ഞ ആളുകൾ യുദ്ധത്തിന് പങ്കെടുക്കാതെ മാറി നിന്നു. ഒരു രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെ എതിർഭാഗത്തുള്ള രാഷ്ട്രവുമായി യുദ്ധം ചെയ്യുക എന്നത് അനിവാര്യമാകുന്ന ഒരു കാര്യമല്ലേ? അതുകൊണ്ടല്ലേ ഇന്ത്യ രാജ്യം ഇപ്പോൾ പാകിസ്ഥാനിന്റെ ഉള്ളിലേക്ക് മിസൈല് വിട്ടു. എന്തുകൊണ്ട്? അനിവാര്യമാണെന്ന് ഇന്ത്യ രാജ്യത്തിന് തോന്നി. അതുകൊണ്ടല്ലാതെ ഇന്ത്യ രാജ്യം ഒരു കടന്നാക്രമണം നടത്തിയതല്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആവശ്യമുണ്ടാകുമ്പോൾ യുദ്ധം നടത്തേണ്ടി വരുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരിക്കലും അത് തീവ്രവാദമാണെന്നോ ഭീകരവാദമാണെന്നോ ഒരാളും തെറ്റിദ്ധരിച്ച് ദുർമാർഗിയായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയാണ്. ആ മദീനയിൽ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയാണ്. ആ നബി തങ്ങളെ മദീനയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത വിധം ശത്രുക്കൾ മക്കയിൽ വെച്ച് മക്കാ നിവാസികളായിരുന്ന മുഹാജിറുകളുടെ സ്വത്തുക്കൾ കൈവശം വെക്കുകയും അത് പിടിച്ചെടുക്കുകയും അത് കച്ചവടം ചെയ്ത് കൂടുതൽ പണം സമ്പാദിച്ച് കൊഴുപ്പ് കൂട്ടി മദീനയെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോഴാണ് ബദർ യുദ്ധത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. അവരെ പരാജയപ്പെടുത്താതെ മദീന എന്ന രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. ഇതേപോലെ തബൂക്കിലും യുദ്ധം നടത്തേണ്ട സാഹചര്യമുണ്ടായി. ആ യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ കുറച്ച് ആളുകൾ അതിൽ പോകാതെ മാറി നിന്നു. അത് യഥാർത്ഥത്തിൽ വലിയ മോശമായി. പക്ഷേ അവർ സഹാബികളാണ്, അവർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, അവര് അതിനെന്തോ പേടിച്ചിട്ടോ മടിച്ചിട്ടോ അവര് പോയില്ല. അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപടി സ്വീകരിച്ചു. എങ്ങനെയാണ് നടപടി? അതേ സന്മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കാതിരിക്കുമ്പോ അവരെ ബഹിഷ്കരിച്ചുകൊണ്ട് നടപടി. അതാണല്ലോ ഇപ്പോഴും നമ്മുടെ ഇമാമിങ്ങളെ കിതാബിലൊക്കെ കാണുന്നു, ഇമാമിന്റെ അദ്കാറിൽ കാണുന്നു, ഇമാം ബുഖാരി പഠിപ്പിച്ചതായി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ എല്ലാ കിതാബിലും ഫത്ഹുൽ മുഈൻ അടക്കം എല്ലാ കിതാബിലും കാണുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തുന്നു, വത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മുൻഗാമികളായ 3 നൂറ്റാണ്ടിൽ ജീവിച്ച സഹാബികളും താബീങ്ങളും തബഉ താബീങ്ങളും ഇമാമീങ്ങളും എല്ലാവരും യോജിച്ചിരിക്കുന്നു അലാ ദമ്മിൽ മുബ്തദിഅതി, പുത്തനാശയക്കാരെ ആക്ഷേപിക്കണം എന്ന വിഷയത്തിൽ, വമുഹാജറതിഹിം, അവരുമായി വിട്ടുനിൽക്കണം എന്ന വിഷയത്തിൽ, വഖത്ഇ സ്വഹബതി മഅഹും, അവരോട് സഹവസിക്കാൻ പാടില്ല, സഹവാസം മുറിച്ചു കളയണം എന്ന വിഷയത്തിൽ ഒരു ഇമാമിനും ഒരു സഹാബിക്കും തർക്കമില്ല.
സുഹൃത്തുക്കളെ, ഞാൻ ഈ അടുത്ത് കർണാടകയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു ക്ലിപ്പ് കേട്ടു. അതിൽ അദ്ദേഹം പറയുന്നത് പുത്തൻവാദികളുമായി നല്ല ബന്ധം പുലർത്തുന്നതിന് ഇവിടെ നല്ല മനുഷ്യന്മാരാരും തങ്ങന്മാരും മുലിയന്മാരാരും അതിനെ എതിർക്കുന്നില്ല. വെറുതെ ചിലർ പറയാണ്. ഗസാലി ഇമാം റളിയല്ലാഹു വെറുതെ പറഞ്ഞതാ. സർവ്വ സഹാബികളും സർവ്വ ഇമാമിങ്ങളും ഒരാൾക്കും തർക്കമില്ല. അത്തരം ആളുകളുമായി വിട്ടുനിൽക്കണം എന്നതിൽ തർക്കമില്ല. കിതാബുൽ മുസ്തഫ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കിതാബുൽ മുസ്തഫ എന്ന് പറയുന്ന കിതാബ് ഞാൻ പള്ളി ദർസിൽ ഓതുന്ന സമയത്ത് ആ പള്ളി ദർസിൽ നടന്ന നാട്ടുകാരനായ ഒരാളെടുത്ത് എഴുതി കൊടുത്തിട്ട് മക്കയിൽ നിന്ന് വരുത്തിയതാ. വരുത്താൻ എന്താ കാരണം എന്ന് അറിയങ്ങള്? കാരണം ഞാൻ സലഫികൾ ഒരു ബുക്ക് വായിച്ചു. തഖ്ലീദ് ഒരു പഠനം എന്നാണ് അതിന്റെ പേര്. ആ പുസ്തകത്തിൽ പറയുന്നു, ഇമാമിങ്ങളെ പിന്തുടരുന്നതിന് തഖ്ലീദ് എന്ന് പറയുമല്ലോ നമ്മള്. അങ്ങനെ ശാഫി ഇമാമിനെ പിന്തുടർന്നവരാണ് ശാഫി മദ്ഹബുകാര്, അബൂ ഹനീഫ തങ്ങളെ പിന്തുടർന്നവരാണ് ഹനഫി മദ്ഹബുകാര്. അങ്ങനെ സ്വീകരിക്കുന്നത് കടുത്ത തെറ്റാണ്. ഇമാമിങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്ന് ആ പുസ്തകത്തിൽ കാണുന്നു. അതിന് അവർ ഉദ്ധരിക്കുന്നത് കിതാബുൽ മുസ്തഫ എന്ന ഗസാലി ഇമാമിന്റെ കിതാബാണ് അവർ ഉദ്ധരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി, അങ്ങനെ ഗസാലി ഇമാം പറയൂലല്ലോ. കാരണം ഗസാലി ഇമാം റളിയല്ലാഹു ശാഫി ഇമാമിനെ പിന്തുടർന്ന ആളാണ്. പിന്നെ എങ്ങനെ ശാഫി ഇമാമിനെ പിന്തുടരാൻ പാടില്ല എന്ന് പറയും? അത് പറയൂലല്ലോ. നമ്മള് പോത്ത് പറ്റൂ എന്ന് പറയുമ്പോ കയറെടുക്കാൻ പറ്റും. പോത്ത് പ്രസവിക്കുമോ നോക്കണ്ടേ? എരുമയല്ലേ പ്രസവിക്കുള്ളൂ, പോത്ത് പ്രസവിക്കൂലല്ലോ. നിങ്ങളിവിടെ പോത്ത് പ്രസവിക്കാറുണ്ടോ? ഒരു കാര്യം ശരിയാകണമെങ്കിൽ നമുക്ക് വെറുതെ അല്ലാഹു ബുദ്ധി തന്നത്. ഞാൻ ആ കിതാബ് ഒന്ന് പരിശോധിക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ പള്ളി ദർസിൽ ഓതുന്ന സമയമാണ്, മർക്കസിലും കൂടി പോയിട്ടില്ല. ഞാൻ അന്ന് ആ കിതാബ് വരുത്തി പരിശോധിച്ചു. അപ്പൊ നോക്കുമ്പോ ഈ മൗലവിമാര് സാധാരണക്കാരെ കടുത്ത വഞ്ചന ചതി നടത്തിയതാ. ഗസാലി ഇമാം അതിൽ പറയുന്നത് എന്താണ്? അല്ല ഇമ്മത്തു കന്നുജൂം, ഇമാമിങ്ങൾ നക്ഷത്രങ്ങൾ പോലെയാണ്. ഫബിഅയ്യിഹിം ഇഖ്തദാ ഇഖ്തദാ, ഏത് ഇമാമിനെ പിന്തുടർന്നാലും അവൻ സന്മാർഗിയാണ്. ഹനഫി മദ്ഹബുകാരനും ശാഫിഈ മദ്ഹബുകാരനും മാലികി മദ്ഹബുകാരനും ഹംബലി മദ്ഹബുകാരനും ഏത് ഇമാമിനെ പിന്തുടർന്നവരും സന്മാർഗിയാണ്. ഇങ്ങനെയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതിൽ പറഞ്ഞത്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അത് മൂടി വെച്ചിട്ട് വേറൊരു വിഷയം സംസാരിച്ചതിനെ സംബന്ധിച്ച് എടുത്ത് ഉദ്ധരിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു അവർ. എന്നാ കിതാബ് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നും കിതാബ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, വെറുതെയല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മുതഅല്ലിമീങ്ങൾക്ക് വളരെ കൃത്യമായ രൂപത്തിൽ ഇൽമു പഠിപ്പിച്ചു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ അതിനുള്ള കൃത്യമായ സംവിധാനം ഉണ്ടാക്കിയപ്പോൾ, ജാമിയത്തുൽ ഹിന്ദ് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ സിലബസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന മീറ്റിംഗിൽ കോടമ്പുഴ മഹാനായ ബാബ ഉസ്താദുണ്ട്. 100 ചില്ലാനം കിതാബ് എഴുതിയ പണ്ഡിതനാണ്. ഖലമുൽ ഇസ്ലാം ബാബ മുസ്ലിയാർ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ബാബ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കോടമ്പുഴ ഒരുമിച്ച് കൂടിയപ്പോ ഞാൻ അവിടുന്ന് പറഞ്ഞു, അതേ ഇജ്തിഹാദ് തഖ്ലീദിന്റെ ഭാഗം കിതാബുൽ മുസ്തഫ എന്ന ഗ്രന്ഥം നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കാൻ സിലബസിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. ആ അഭിപ്രായം സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ഞാനിത് പറയാൻ കാരണം, സുഹൃത്തുക്കളെ, ജനങ്ങളെ വഞ്ചിക്കുകയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. സാധാരണക്കാരതിൽ പെട്ടുപോവുകയാണ്. വളരെ സങ്കടം തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, വിഷം കലക്കിയ വെള്ളം സാധാരണക്കാരിങ്ങനെ കുടിക്കുമ്പോൾ ആ വെള്ളം ലാബിൽ കൊണ്ടുപോയി ശരിക്ക് പരിശോധിച്ചിട്ട് അതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലായ ഡോക്ടർ ആ വെള്ളം കുടിക്കല്ലേ എന്ന് പറയുമ്പോ ആ ഡോക്ടറെ കുറ്റം പറയുന്നതിന് പകരം ആ വെള്ളം അങ്ങ് മാറ്റിവെക്കുന്നതല്ലേ ബുദ്ധി. സുഹൃത്തുക്കളെ, ഈ സലഫികളുടെയും ജമാഅത്തുകാരുടെയും തബ്ലീഗുകാരുടെയും വ്യാജ തരീഖത്തുകാരുടെയും ഒരുപാട് പുസ്തകങ്ങൾ ഒരു റൂം നിറയെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പഠിച്ചിട്ട് തന്നെയാണ് ഇന്നേ വരെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ അങ്ങനെയാണ് പറയാൻ പോകുന്നതും. ഞാൻ പറഞ്ഞു
പറഞ്ഞു വരുന്നത് നിങ്ങൾ ആലോചിക്കണം. ആ കിതാബുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാണ്. സഹാബികളടക്കം സലഫു സാലിഹീങ്ങൾ മുഴുവനും ഒരുപോലെ അഭിപ്രായപ്പെട്ടു, സുന്നിയല്ലാത്ത കക്ഷികളുമായി ബന്ധം പാടില്ല. നമ്മുടെ മകളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കണ്ട, അവനെ തുടർന്ന് നിസ്കരിക്കണ്ട, അതേപോലെ അവനുമായി ബന്ധം വേണ്ട. അതൊരു നടപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ കൂടെ പോകാൻ തയ്യാറില്ലാതിരുന്ന കുറഞ്ഞ സഹാബികൾ, ആ സഹാബികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരൊന്നുമല്ല, അവര് സഹാബികൾ തന്നെയാണ്. പക്ഷേ അവരുടെ പേരിൽ നടപടി വേണമല്ലോ. നബി തങ്ങൾ അവരെ ബഹിഷ്കരിച്ചു. അവർക്ക് സലാം പറയണ്ട എന്ന് പ്രഖ്യാപിച്ചു. നബി തങ്ങൾ സലാം പറയാതിരുന്നു. അവരുമായി മിണ്ടണ്ട എന്ന് റസൂലുള്ള പ്രഖ്യാപിച്ചു. ആ ഹദീസാണ് ഇമാം ബുഖാരി സുന്നിയല്ലാത്തവർക്ക് സലാം പറയണ്ട എന്നതിന് തെളിവുദ്ധരിക്കുന്നതെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറഞ്ഞത് കാണാം. സുഹൃത്തുക്കളെ, അവര് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു. ഞങ്ങൾ പോകാത്തത് മോശമായി എന്ന നിലയ്ക്ക് വല്ലാതെ തൗബ ചെയ്തു. അങ്ങനെ തൗബ ചെയ്തുകൊണ്ട് അവര് പൊട്ടിക്കരഞ്ഞു. അവരെന്ത് ചെയ്തു? അവരുടെ സ്വന്തം ശരീരം പള്ളിയുടെ തൂണിനോട് പിടിച്ച് അവര് തന്നെ കെട്ടി. ഞങ്ങളെ തൗബ അല്ലാഹ് സ്വീകരിച്ചു എന്നതിന് ഉറപ്പ് കിട്ടിയാലേ ഞങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുന്നുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. അവരങ്ങനെ പള്ളിയുടെ തൂണിനോട് ശരീരം പിടിച്ചു കെട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരുടെ തൗബ സ്വീകരിച്ചതായി പടച്ചവനായത്തിറക്കി. അതുകൊണ്ടുമല്ലേ സൂറത്തു തൗബ എന്ന് പറയുന്നൊരു സൂറത്ത് തന്നെ ഖുർആനിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൗബ സ്വീകരിച്ചതായി ആയത്ത് കിട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ റസൂലുള്ള ഞങ്ങളെ കെട്ടഴിച്ച് വിട്ടാലേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന നിലക്ക് അവരിങ്ങനെ കാത്തിരുന്നതാണ്. നബി തങ്ങൾ അവരെ അഴിച്ചു വിടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞു, നബിയേ ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങളെ ദോഷം പൊറുക്കാൻ തങ്ങൾ ഒന്ന് പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യണേ. സുബ്ഹാനല്ലാഹ്. പുത്തൻവാദികൾ പറയാറുള്ളത് എങ്ങനെയാണ്? ദോഷം പൊറുക്കാൻ അല്ലാഹുവിനോട് ഡയറക്റ്റ് പറയല്ലാതെ അങ്ങനെ ഒരു മധ്യവർത്തി വേണ്ടെന്നല്ലേ പറയാറുള്ളത്. സഹാബികൾ അതാ നബി തങ്ങളോട് പറയുന്നു, ഇസ്തഗ്ഫിർ ലനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ദോഷം പൊറുത്തു കിട്ടാൻ പടച്ചവനോടൊന്ന് റെക്കമെൻഡ് ചെയ്യണേ നബിയേ. നബിയേ, ഞങ്ങളുടെ സകാത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് നബിതങ്ങൾ എന്ത് പറഞ്ഞു? നബിതങ്ങൾ പറഞ്ഞു, മാ ഉമിർതു അൻ ആഖുദ സദഖാതികും, നിങ്ങളുടെ സകാത്ത് വാങ്ങാൻ പടച്ചവൻ എന്നോട് കൽപ്പിച്ചിട്ടില്ല. ഭരണാധികാരി ആയിട്ട് പോലും നബിതങ്ങൾ അവിടുന്ന് സകാത്ത് സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹു ഇറക്കിയ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. എന്താണ് ആയത്ത്? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നബിയേ, തങ്ങൾ വാങ്ങിക്കോളൂ, അവരുടെ സ്വത്തിൽ നിന്ന് സകാത്ത് വാങ്ങിക്കോളൂ. ആ സകാത്ത് വാങ്ങിക്കൊണ്ട് നബിയെ അവരെ തങ്ങൾക്ക് സംസ്കരിക്കാം, ശുദ്ധീകരിക്കാം. അതിന്റെ പുറമേ അവര് പറഞ്ഞില്ലേ തങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്തു കൊടുക്കൂ നബിയേ. അവരെ പാപം പൊറുക്കാൻ തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യൂ നബിയേ. വസല്ലി അലൈഹിം ഇന്ന സലാത്തക സകനുൻ ലഹും, തങ്ങളുടെ ദുആ, തങ്ങളെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ് നബിയേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ ഖുർആൻ പറയുകയാണ്. എന്നാൽ ഖുർആനിൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് കൃത്യമായി തന്നെ കാണാം, വ്യക്തമായി തന്നെ കാണാം, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവരെ ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ നബിയേ. ആ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്കാർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്? ഈ പാവപ്പെട്ട എനിക്കൊരിക്കലും അങ്ങനെ പറയാൻ ധൈര്യമില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണേ അല്ലാഹ്. പക്ഷെ ഒരു കാര്യം പറയാൻ ധൈര്യമുണ്ട്. അതെന്താണ്? അല്ലാഹുവിന്റെ ദീൻ ജനങ്ങളോട് പറയുമ്പോൾ നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. 45 വർഷമായി അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഇന്നേവരെ ഹഖാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെയില്ലാതെ വിമർശിച്ചിട്ടില്ല. അത് ധൈര്യത്തോടെ പറയാൻ കഴിയും. മനഃപൂർവ്വം ഒരു തെറ്റും ആളുകളെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ വ്യക്തി ജീവിതത്തിൽ അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുത്തു ജീവിച്ച ഒരു മഹാനാണ് ഞാനെന്നോ, അല്ലാഹു വിരോധിച്ചതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെന്നോ അങ്ങനെ ഒരു അവകാശവാദം പറയാൻ എനിക്ക് കഴിയില്ല. നമുക്കാർക്കും കഴിയില്ലെന്നതല്ലേ ശരി. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെയും നീ മാപ്പ് തരണേ അല്ലാഹ്. തെറ്റ് ചെയ്തു പോയവർ എന്ത് വേണം? ഖുർആൻ പറയുന്നു, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, തെറ്റ് ചെയ്തു പോയവർ തങ്ങളെ സമീപിക്കട്ടെ. ഓ നബിയെ, തങ്ങളെ സമീപിക്കട്ടെ. ചിലര് ചോദിക്കുന്നു, തെറ്റ് ചെയ്തതിന് ഞാനെന്തിനാ മഖബറയിൽ പോകുന്നത്? ഞാനെന്തിനാ മദീനത്ത് പോകുന്നത്? ഞാനെന്തിനാ നബിയുടെ ഖബറിന്റെ അടുക്ക പോകുന്നത്? ഓ മനുഷ്യ, അല്ലാഹു പറയാണ്, ജാഊ, അതാ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരട്ടെ. ഇത് വഫാത്തിന് മുമ്പും ശേഷം അങ്ങനെയൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം വഫാത്തിന് മുമ്പും അല്ലാഹുവിന്റെ റസൂലാണ്, ശേഷവും അല്ലാഹുവിന്റെ റസൂലാണ്. 5 നേരവും വിളിച്ചു പറയുന്നില്ലേ പള്ളിയിൽ നിന്ന്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് അതിന്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്നാണോ? അല്ല. പിന്നെ എന്താണ് അർത്ഥം? അള്ളാഹുവിന്റെ റസൂലാണ്. മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാണ്. എന്നും അള്ളാഹുവിന്റെ റസൂലാണ്. ഇന്നും റസൂലാണ്, നാളെയും റസൂലാണ്, എന്നും റസൂലാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, ജാഊക, ഓ നബിയെ, തങ്ങളെ സമീപത്ത് വരട്ടെ. എന്നിട്ടോ, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, തങ്ങളെ സമീപത്ത് വന്നിട്ട് അവര് പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ, മാപ്പ് പറയട്ടെ. തങ്ങളെ സമീപത്ത് വന്നിട്ട് മാപ്പ് പറയട്ടെ. സുബ്ഹാനല്ലാഹ്. അതേ, വീട്ടിൽ നിന്ന് പറഞ്ഞാ പോരാ, കഴിയുമെങ്കിൽ അവിടുത്തെ മുന്നിൽ തന്നെ വന്ന് പറയണം. ജാഊക, ഇല്ലെങ്കിൽ മനസ്സിൽ നബി തങ്ങളെ ഓർമ്മിച്ച് ഹംദും സലാത്തും ചൊല്ലി പറയണം. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ അല്ലാഹു പറയാണ്, ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുർ റസൂൽ. തങ്ങളെ സമീപിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ തഫ്സീർ ഹാഫിദ് ഇബ്നു കതീർ തഫ്സീറിൽ പറയാണ്, വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അവരെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ അവര് നബിയോട് ആവശ്യപ്പെടുകയും ചോദിക്കുകയും ചെയ്യട്ടെ. നബി തങ്ങളോട് ചോദിക്കണം, പറയണം, എന്റെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്ന് ആവശ്യപ്പെടണം. അത് തന്നെയല്ലേ ഇസ്തിഗാഥ, സഹായം തേടൽ. ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി നബി തങ്ങളെ സഹായം വേണം, അത് തേടണമെന്ന് ഖുർആൻ. എന്നിട്ടല്ല പറയുന്നു, വസ്തഗ്ഫറ ലഹുർ റസൂൽ. അതോടുകൂടെ തന്നെ അല്ലാഹു പറഞ്ഞേച്ച അവന്റെ റസൂലിനോടല്ലേ അവര് തേടിയത്. ആ അല്ലാഹു പറഞ്ഞേച്ച അവന്റെ റസൂല് അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്താൽ
അതും കൂടി ഉണ്ടായാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു അവർക്ക് ദോഷം പുറത്തു കൊടുത്തവനായി അവർക്ക് എത്തിക്കാൻ കഴിയും. അല്ലാഹു ദോഷം പുറത്തു കൊടുക്കും. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ ജാഊഹു, നബിയുടെ സമീപത്ത് വന്നാൽ, ജാഊ മൻ ഖസ്സഹുല്ലാഹു ബിരിസാലതിഹി, അല്ലാഹു റസൂലാക്കി പ്രത്യേകത കൊടുത്ത ആളുടെ അടുക്കലാണ് അവർ വരുന്നത്, ഒരു സാധാരണക്കാരന്റെ അടുക്കലല്ല. വഅക്രമഹു ബിവഹീഹി, അല്ലാഹു വഹീ കൊടുത്ത് ബഹുമാനിച്ച നബിയുടെ സമീപത്താണ് വരുന്നത്, ഒരു സാധാരണക്കാരന്റെ അടുക്കലല്ല. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ അല്ലാഹു മധ്യവർത്തിയാക്കി വെച്ച ആളുടെ അടുക്കലാണ് വരുന്നത്.